ഹായ് ഹലോ. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി അഥവാ അന്തർദേശീയ ജനാധിപത്യ ദിനം. ഞാൻ ഇതിനെ കുറിച്ചിട്ടല്ല, അന്തർദേശീയ ജനാധിപത്യ ദിനം എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയാനല്ല വന്നത്. പക്ഷെ ജനാധിപത്യ ദിനം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറുതായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, എല്ലാവരും ഒരുപോലെ കാണുക എന്നുള്ളതൊക്കെയാണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ജനാധിപത്യ ഭരണം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ. ഈ വ്യക്തിയെ കുറിച്ചതാണ് എനിക്ക് പറയാനുള്ളത്. ആസ് എ ഒരു ലീഡർ, നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഭവം. സോ പല ആളുകളും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, ഒരു പവർ അല്ല, അതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ്. സോ നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട 3 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളൊരു ലിസണറായി മാറണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻസ്പിറേഷൻ ആവണം. നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് നിങ്ങൾ എന്നും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറണം. സോ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആണോ, നിങ്ങൾ നല്ലൊരു ലീഡർ ആണെന്നുള്ള. അതേപോലെ തന്നെ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്നും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ നല്ലൊരു ലീഡർ ആണോ എന്നുള്ളതാണ്. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നല്ലൊരു ലീഡർ ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.